സമയത്ത് സോളാർ ഉൽപ്പാദിപ്പിക്കുന്നു. പക്ഷേ ആ സോളാർ നമ്മൾ വ്യാപകമായിട്ട് ഉപയോഗിക്കാം, നന്നായിട്ട് ഉപയോഗിക്കാം. പക്ഷേ നമുക്കത് രാത്രിയിലേക്ക് പ്രിസർവ് ചെയ്യാനുള്ള ടെക്നോളജി ഇതുവരെ കേരളത്തിൽ അങ്ങനെ നടപ്പിലാക്കിയിട്ടില്ല. ഇന്നലെ ഞാൻ വളരെ ഉയർന്ന ഉദ്യോഗസ്ഥരുമായിട്ട് സംസാരിച്ചപ്പം പകല് 19 പൈസയ്ക്കും 45 പൈസയ്ക്കും കിട്ടുന്നത് രാത്രി 10 രൂപയ്ക്കും കിട്ടാനില്ല. അതാണ് കേരളത്തിന്റെ അവസ്ഥ. മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ കടം വാങ്ങിയത്, മറ്റ് സ്റ്റേറ്റുകളിൽ നിന്ന് കടം വാങ്ങിയത്, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് കടം വാങ്ങിയത് തിരികെ കൊടുക്കണം. അതൊരു 400 മെഗാവാട്ട് തിരികെ കൊടുക്കണം. അപ്പോൾ നമ്മൾ വെള്ളം കുറഞ്ഞു, എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ കൊല്ലം ഈ സമയത്ത് ഉണ്ടായിരുന്ന 47 പോയിന്റ് സംതിങ് ആണ് നമ്മളുടെ ജലനിരപ്പെങ്കിൽ ഇപ്രാവശ്യം അത് 21 പോയിന്റായിട്ട് കുറഞ്ഞു. മഴ പെയ്യുന്നില്ല. ആ പ്രതിഭാസം വളരെ നമുക്ക് പ്രയാസം ഉണ്ടാക്കിയിട്ടുണ്ട്. എങ്കിൽ പോലും നമ്മളുടെ KCB ലിമിറ്റഡ് വളരെ കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. 2-3 തലങ്ങളിൽ ഞങ്ങൾ പുതിയ CMD ഉൾപ്പെടെയുള്ള ഞങ്ങൾ യോഗം ചേർന്നിരുന്നു. അവർ മറ്റ് സ്റ്റേറ്റുകളിൽ നിന്ന് കിട്ടാവുന്ന പർച്ചേസ് ചെയ്യുന്നുണ്ട്. നമുക്കുള്ളൊരു കാര്യം, നമ്മൾ വില കൂട്ടി കൊടുക്കാൻ കഴിയില്ല. കാരണം അതിന് സെൻട്രൽ റെഗുലേഷൻ ഉണ്ട്. 10 കൂടുതൽ നമുക്ക് കൊടുക്കാൻ കഴിയില്ല. വളരെ മത്സരാധിഷ്ഠിതമാണ് ആ പർച്ചേസ്. എങ്കിൽ പോലും പരമാവധി ക്രമീകരിക്കാൻ നോക്കുന്നുണ്ട്. ആളുകളുടെ ഒരു ധാരണയുണ്ട്, ഫുട്ബോളിന്റെ സമയത്ത് ആ സമയത്താണ് അവൈലബിലിറ്റി കുറവ്. നേരത്തെ നമുക്ക് സംഭരിക്കാനുള്ള സംവിധാനങ്ങളായിട്ടില്ല. നമുക്ക് ബാറ്ററി സ്റ്റോറേജ്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നമ്മുടെ പകൽ സമയത്ത് സോളാർ ഉൽപ്പാദിപ്പിക്കുന്നു. പക്ഷേ ആ സോളാർ നമ്മൾ വ്യാപകമായിട്ട് ഉപയോഗിക്കാം, നന്നായിട്ട് ഉപയോഗിക്കാം. പക്ഷേ നമുക്കത് രാത്രിയിലേക്ക് പ്രിസർവ് ചെയ്യാനുള്ള ടെക്നോളജി ഇതുവരെ കേരളത്തിൽ അങ്ങനെ നടപ്പിലാക്കിയിട്ടില്ല. 1-2 സംരംഭങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അതിന് കൂടുതലായിട്ടുള്ള ടെക്നോളജിയും പുതിയ സംരംഭങ്ങൾ ആവശ്യമാണ്. അത് നമ്മൾ എത്രയും വേഗം നടപ്പിലാക്കാൻ കാര്യക്ഷമമായിട്ട് പരിശ്രമിക്കുകയാണ്. ജനങ്ങൾ ആവശ്യമില്ലാതെ വൈദ്യുതി ഉപയോഗിക്കരുത്. ഉപയോഗത്തിൽ ഒരു അവരവരുടേതായ സ്വയം നിയന്ത്രണം വേണം. ഞാൻ എൻ്റെ വീട്ടിലെ ഇപ്പം മന്ത്രി എന്ന നിലയ്ക്ക് ഞാൻ ക്ലിഫ് ഹൗസിനടുത്തുള്ള അശോകയില താമസിക്കുന്നത്. ഞാൻ താമസം തുടങ്ങിയാൽ മുതൽ ആവശ്യമില്ലാത്ത ലൈറ്റുകൾ ഓഫാക്കുന്നുണ്ട്. ഇന്നലെ കണ്ടു, ഒരു ചാനലിൽ കണ്ടു, ഒരു മുനിസിപ്പൽ ഓഫീസിൽ തന്നെ വൈദ്യുതിയുടെ ദുരുപയോഗം. അത് തടയാൻ വേണ്ടി എല്ലാവരുടെയും സഹകരണം പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. ഈ തൽക്കാലത്തെ ഈ പ്രയാസം മറികടക്കാൻ വേണ്ടി കഴിയുന്ന പരിശോധിച്ചുകൊണ്ടിരിക്കും. നമ്മൾ പലതരത്തിൽ ആലോചിക്കുക, വാങ്ങുക എന്നുള്ളതാണ് മെയിൻ കാര്യം. പിന്നെ നമുക്കൊരു ദീർഘകാല കരാറുണ്ടായിരുന്നല്ലോ. ആര്യാടൻ മന്ത്രിയായിരുന്നപ്പോൾ 4.29 കിട്ടുമായിരുന്നു. അന്ന് 12 രൂപയ്ക്ക് കായംകുളത്തുനിന്ന് വാങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ 4.29 സ്കീം കൊണ്ടുവന്നത്. ആ സ്കീം കുറെ തടയപ്പെട്ടു. അപ്പൊ 400 മെഗാവാട്ട് കിട്ടുന്ന ഒരു എഗ്രിമെന്റ് ആയിരുന്നത്. അപ്പൊ അത് തർക്കത്തിലും വിവാദത്തിലും വന്നു കഴിഞ്ഞപ്പോൾ ആ കമ്പനികൾ തന്നെ അതിൽ നിന്ന് പിന്മാറുന്ന സാഹചര്യം വന്നു. ഇപ്പൊ നമ്മൾ അതിനെ സംബന്ധിച്ച് സുപ്രീം കോടതിയിലെ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. കമ്പനികൾ ആപ്റ്റലിൽ നിന്ന് അവർക്ക് അനുകൂല വിധി സമ്പാദിച്ചു. അവർക്ക് ആ കരാറിൽ നിന്ന് പിന്തിരിയാനുള്ള അനുകൂല സാഹചര്യം പല കാരണങ്ങൾ രൂപപ്പെട്ടു. അവരതിൽ നിന്ന് പിന്തിരിയാൻ ശ്രമിച്ചു. നമ്മളിപ്പം സുപ്രീം കോടതിയിൽ കപിൽ സിബലിനെ കേസേൽപ്പിച്ചു. അദ്ദേഹത്തിന് ഒരു സിറ്റിംഗിലെ ഫീസ് KCB കൊടുക്കുന്ന 15 ലക്ഷമാണ്. ഒരു ദിവസത്തെ കൺസൾട്ടേഷന് 2 മിനിറ്റ് കൺസൾട്ടേഷന് 2 ലക്ഷം കൊടുക്കുന്നു. അങ്ങനെ കൊടുത്തുകൊണ്ട് കേസ് നടത്താൻ കപിൽ സിബലിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ജൂലൈ 2ാം വാരത്തിൽ ആ കേസ് വരുമെന്ന് വിചാരിക്കുന്നു. ആ കേസ് നമ്മുടെ ആവശ്യങ്ങൾ ശക്തമായിട്ട് സമർത്ഥിക്കും. അല്ല, അതിന് നമ്മളെ സാധ്യതകൾക്കപ്പുറത്താണ്. രാജ്യത്തൊട്ടാകെ ഉണ്ടായ പ്രതിസന്ധിയാണ്. ആ പ്രതിസന്ധി വരുമ്പോൾ എല്ലാവരും ഇതിന് ഡിമാൻഡ് കൂടുന്നു, സപ്ലൈ കുറയുന്നു. അതാണ് പ്രശ്നം. നമ്മളത് ഏറ്റവും നല്ല രീതിയിൽ മാനേജ് ചെയ്യുന്നുണ്ട്. നമ്മൾ ആലോചിക്കാം. അത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അത് സംബന്ധിച്ച് ഫയലുകൾ വരുത്തി ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതാണ്.